Hello friends, welcome to iStudio Online. I am Rajiv. ഇന്ന് നമ്മൾ ഒരു സ്പെക് ടോക്ക് ആണ് ചെയ്യുന്നത്. മീൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്പെക് ടോക്ക് ചെയ്യാറുണ്ട്. മീൻസ് ഏതെങ്കിലും പുതിയ ക്യാമറകൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമറകളെ കുറിച്ച് നമ്മൾ ഇതുപോലെ സ്പെക് ടോക്ക് ചെയ്യാറുണ്ട്. സ്പെക് ടോക്ക് എന്ന് പറഞ്ഞാൽ സ്പെക് ടോക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഹാൻഡ്സ് ഓൺ റിവ്യൂ അല്ല, നമ്മൾ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല ഇതിൻ്റെ സ്പെക് ടോക്ക് നമ്മൾ നടത്തുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത ഇൻഫർമേഷനും റിവ്യൂകളും നോക്കിയിട്ട് ചെയ്യുന്ന ഒരു സംസാരം, അതാണ് സ്പെക് ടോക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് 2016 റിലീസായിരിക്കുന്ന സോണിയുടെ DSC RX100 M5 എന്ന് പറയുന്ന പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്പെക് ടോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം, എന്താണ് നമ്മൾ 2016 ഇറങ്ങിയ 2 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ക്യാമറയെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്പെക് ടോക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ ഈ ക്യാമറയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ളൊരു കാരണം, ഞാനിപ്പോൾ ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി വ്ളോഗ്സ്, ഇൻ്റർനാഷണൽ വ്ളോഗേഴ്സിൻ്റെ വ്ളോഗ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ പ്രൊഫഷണൽ DSLR ക്യാമറ യൂസ് ചെയ്യാത്ത ഒട്ടനവധി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ് ഈ RX100 M5. ഇത് കണ്ടപ്പോഴേ എനിക്കും ഒരു ക്യൂരിയോസിറ്റി തോന്നി, എന്താണ് ഇത്രയും അധികം ആൾക്കാർ, അതും നല്ല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇവർ ഇങ്ങനെ ഒരു ക്യാമറ യൂസ് ചെയ്യാനുള്ള കാരണം. ഈ ക്യാമറയുടെ രണ്ട് മെയിൻ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഫോം ഫാക്ടറാണ്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്, ഏകദേശം ഈ ഒരു വലിപ്പം, ഒരു സോപ്പിട്ടിയുടെ വലിപ്പമുള്ളൊരു ക്യാമറ. അതിൽ തന്നെ ഇഷ്ടം പോലെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറയാണ്. അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് സോണിയുടെ RX100 M5. അതുപോലെ RX100 ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ക്യാമറയും, അതുപോലെ തന്നെ Mark 2 Mark 3 നമ്മുടെ കാനോൺ റേഞ്ചിൽ കാണുന്ന പോലെ തന്നെ Mark 5 ആണ് ഇപ്പോഴത്തെ പുതിയെന്ന് പറഞ്ഞാൽ 2014 റിലീസായ ക്യാമറ. ഞാൻ രണ്ടിൻ്റെയും വില നോക്കി. ഈ Mark 1 എന്ന് നമുക്ക് വിളിക്കാവുന്ന ക്യാമറ ഏകദേശം 27,000 രൂപയാണ്. അപ്പോൾ Mark 5 ഇറങ്ങിയിരിക്കുന്നത് ഒരു 79,000 രൂപ വിലയ്ക്കാണ് ഈ Mark 5 ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കാനോൺ 80Dയുടെ വില തന്നെ ആകുന്നുണ്ട് ഈ ക്യാമറയ്ക്ക്. അപ്പോൾ എന്താണ് ഈ ചെറിയ ക്യാമറയുടെ പ്രത്യേകത? ഈ 80,000 രൂപ വിലയുള്ള, എന്തുകൊണ്ടാണ് ഈ ക്യാമറയ്ക്ക് 80,000 രൂപ വില? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു റീറ്റെയിലറുടെ അടുത്ത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് കിട്ടുമായിരിക്കും, 70,000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. എങ്കിലും അതൊരു 80D ക്യാമറയുടെ വിലയാണ് 70,000. ഞാൻ വാങ്ങിയത് 68,000 രൂപയ്ക്കാണ് 80D വാങ്ങിയത്. ഈ ക്യാമറ ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്നത് പ്രീമിയം പോയിൻ്റ് ആൻഡ് ഷൂട്ട് യൂസേഴ്സിനെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫുൾ DSLR ക്യാമറ, അതുപോലെ 5-6 ലെൻസുകൾ, അതുപോലെ DSLR ക്യാമറയുടെ വലിപ്പം, ഇതൊന്നും താല്പര്യമില്ലാത്ത പക്ഷേ നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടുന്ന ക്യാമറ തിരക്കുന്ന, അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർക്ക് വേണ്ടി സോണി റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണ് ഈ RX M5. നമുക്കപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് ഒന്ന് നോക്കാം. ആദ്യമായി ഇതിൻ്റെ ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിറ്റാച്ചബിൾ ലെൻസ് അല്ല, ബിൽറ്റ് ഇൻ ലെൻസാണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 8.8 to 25.7 mm ആണ്. അതായത് നമ്മുടെ ഒരു ഫുൾ ഫ്രെയിം സെൻസറിൽ 24x70 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചാണ് ഈ ക്യാമറയിൽ നമുക്ക് കിട്ടുന്ന ചിത്രങ്ങളുടെ റിസൾട്ട്. മീൻസ് നമുക്ക് 8.8 into 25.7 എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻസറിൻ്റെ വലിപ്പം 1 ഇഞ്ചാണ്. 1 ഇഞ്ച് സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ DSLR ക്യാമറയായിട്ട് കമ്പയർ ചെയ്താൽ ചെറുതാണ്. പക്ഷേ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിലെ ഏറ്റവും വലിയ സെൻസറുകളിൽ ഒന്നാണ് ഈ 1 ഇഞ്ച് സെൻസർ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ 8.8 mm to 25.7 mm എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫ്രെയിം ഈക്വലൻ്റ് 24 to 70 mm ലെൻസ് വെച്ചാലുള്ള ഒരു ഫുൾ ഫ്രെയിം ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 24 എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വൈഡ് ആംഗിളും, 70 എന്ന് പറഞ്ഞാൽ ഒരു സൂംഡ് ഇൻ ലുക്കും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ പ്രത്യേകത 24 mm നമുക്ക് f1.8 ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ. അതുപോലെ തന്നെ നമ്മൾ 70 mm റേഞ്ചിലേക്ക്, മാക്സിമം സൂമിലേക്ക് വന്നാൽ f2.8 ആണ് ഇതിൻ്റെ മാക്സിമം അപ്പർച്ചർ. അപ്പോൾ 70 mm f2.8 എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കാനോൺ 24x70 mm ലെൻസിൻ്റെ മിനിമം അപ്പർച്ചർ ഓപ്പണിംഗ് f2.8 ആണ്. അപ്പോൾ ആ ഒരു അപ്പർച്ചർ ഓപ്പണിംഗ് നമുക്ക് ഈ ചെറിയ ക്യാമറയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറയുടെ സെൻസർ 20 മെഗാപിക്സൽ സെൻസറാണ്. അതുപോലെ തന്നെ ഈ ക്യാമറയ്ക്ക് 20 frames per second ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കറിയാം, കനോണിൻ്റെയും നിക്കോണിൻ്റെയും ഒക്കെ തന്നെ ഏറ്റവും ടോപ്പ് മോഡലിലാണ് നമുക്ക് 1DX മാർക്കിലൊക്കെ ഇതിനെക്കാട്ടും കുറവാണ്. ഒരു സെക്കൻഡിൽ നമുക്ക് 24 ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതും 20 മെഗാപിക്സൽ ക്വാളിറ്റിയുള്ള 24 ഫോട്ടോസ് എടുക്കാൻ സാധിക്കും ഈ ക്യാമറയിൽ. പിന്നെ നമുക്കിതിന് 4K കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ 4K ലിമിറ്റഡ് ആണ്, 5 മിനിറ്റ് മാത്രമേ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഈ ക്യാമറയ്ക്കുള്ളൊരു ഫീച്ചർ ഫേസ് റെക്കഗ്നേഷൻ
ഫീച്ചറുള്ള ഒരു ക്യാമറയാണ്. അതുപോലെ ഞാൻ 1-2 യൂട്യൂബ് വീഡിയോസും കണ്ടിരുന്നു, റിവ്യൂ ചെയ്യുന്ന വീഡിയോസ്. അപ്പോൾ ഇതിൻ്റെ ഫേസ് ട്രാക്കിംഗ് വളരെ ആക്യുറേറ്റ് ആണ്. നമ്മൾ ഒരു നടന്നു പോകുന്ന വ്യക്തിയുടെ ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ തന്നെ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫേസ് ട്രാക്ക് ചെയ്ത് നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ക്യാമറയുടെ വേറൊരു പ്രത്യേകത, ചിലപ്പോൾ വേറെ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയ്ക്ക് കാണുമായിരിക്കും, പക്ഷേ പൊതുവേ നമുക്കറിയാം ഡിജിറ്റൽ സൂം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിജിറ്റൽ സൂം ഒരു ഒറിജിനൽ സൂം അല്ല, നമുക്ക് പിക്ചർ ക്വാളിറ്റി നഷ്ടപ്പെടും. പക്ഷേ ഈ ക്യാമറയിൽ അവർ പറയുന്ന ഒരു പ്രത്യേകത, നമ്മുടെ സൂം ചെയ്യുന്നതിനനുസരിച്ച് ഡിജിറ്റൽ സൂം ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ക്യാമറ അതിൻ്റെ പിക്ചർ ക്വാളിറ്റി കൂട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സൂമും ഏകദേശം ഒരു ഒപ്റ്റിക്കൽ സൂമിൻ്റെ ക്വാളിറ്റി കിട്ടാനുള്ള ഒരു ചാൻസ് ഈ ക്യാമറയിലുണ്ട്. ടെസ്റ്റ് ചെയ്യാതെ എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കത്തില്ല. ഞാൻ വായിച്ച റിവ്യൂകളുടെയും അല്ലെങ്കിൽ കണ്ട യൂട്യൂബ് വീഡിയോകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത്. അടുത്തതായി ക്യാമറയിലുള്ളത് റോ ബഫർ, അതായത് റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ 71 ഫോട്ടോസ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മൾ 24 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ 71 ഫോട്ടോ ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ ബഫർ ഫുള്ളാകുന്നത്. അതിനുശേഷം ക്യാമറ ബഫർ ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ബഫറിനെ കുറിച്ചൊക്കെ നമ്മുടെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബഫർ എന്ന് പറഞ്ഞാൽ മാക്സിമം കണ്ടിന്യൂസ് ഷൂട്ട് എത്രമാത്രം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് നമ്മൾ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ 71 ഒക്കെ ആകാറാകുമ്പോഴത്തേക്കും സ്ലോ ചെയ്യും. അതായത് നമ്മൾ ഈ പറയുന്ന 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഈ ക്യാമറയുടെ ഒരു പോരായ്മ, ക്യാമറയ്ക്ക് ഏകദേശം 220 ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്യാമറ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു 2 സെറ്റ് ബാറ്ററി വാങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിൽ 1000 ഫ്രെയിംസ് പെർ സെക്കൻഡ് സ്ലോ മോഷൻ വീഡിയോ ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു ഒരു ലിമിറ്റഡ് ടൈമിനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അടുത്തതായി 100% കവറേജുള്ള LCD ഉണ്ട്. നമുക്ക് മിക്ക DSLR ക്യാമറകളിൽ, ഒരു മിഡ് റേഞ്ച് DSLR ക്യാമറയുടെയൊക്കെ ആണെങ്കിൽ LCD സ്ക്രീൻ ഏകദേശം 96-95% ഒക്കെ കവർ ചെയ്യാറുള്ളൂ. പിന്നെ വേറെയുള്ള പോരായ്മകൾ നമുക്ക് പറയാനുള്ളത്, GPS ഇല്ല, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഇല്ല, ബ്ലൂടൂത്ത് ഇല്ല, മൈക്ക് ഇല്ല, അതുപോലെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. എനിക്കിതിൽ നോക്കിയിട്ട് എനിക്ക് പറ്റാത്തൊരു കാര്യം, ഹെഡ്ഫോൺ ജാക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുപോലെ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ ഹെഡ്ഫോൺ ജാക്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യണം. പിന്നെ സോണി ക്യാമറകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബിൽറ്റ് ഇൻ മൈക്ക് അത്യാവശ്യം നല്ലതാണ് വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ ഫുൾ HD വീഡിയോസ് നമുക്ക് ഇതിൽ കിട്ടും. 4K ഞാൻ പറഞ്ഞതുപോലെ 5 മിനിറ്റ് ലിമിറ്റ് ഉണ്ട്. 5 മിനിറ്റ് നമുക്ക് 4K ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഈ ക്യാമറ മെയ്ഡ് ഇൻ ചൈനയാണ്, പക്ഷേ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയ്ഡ് ഇൻ ചൈന എല്ലാ പ്രോഡക്ട്സും അഴുക്കാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. മീൻസ് നിങ്ങൾക്കറിയാം, ഇപ്പം സിയൂൻ ക്രെയിൻ അല്ലെങ്കിൽ DJI മേബിക്ക്, ഇതൊക്കെ ചൈനീസ് പ്രോഡക്ട്സ് ആണ്. ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇതും ചൈനയിൽ മേക്ക് ചെയ്യുന്ന ഒരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഔട്ടർ ബോഡി മെറ്റൽ കൺസ്ട്രക്ഷനാണ്, അതുപോലെ ഇന്നർ ബോഡി പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനുമാണ്. പിന്നെ നമുക്ക് ISO പെർഫോമൻസ് നോക്കിയാൽ ഈ ക്യാമറയ്ക്ക് അധികം ഗ്രെയിൻസ് ഇല്ല, നമുക്ക് ഏകദേശം 6400 ISO വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ റോയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിൽ JPEG അല്ലെങ്കിൽ റോ ഫോർമാറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മൂവി കേപ്പബിലിറ്റീസ് AVC HD ഫോർമാറ്റ്, XABCS ഫോർമാറ്റ്, പിന്നെ MP4 നമുക്ക് ഷൂട്ട് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫയൽ സൈസ് കിട്ടാനായിട്ട് MP4 ഷൂട്ട് ചെയ്യാം. കാനോൺ 80Dക്കും 70Dക്കും ഉള്ളതാണ് MP4 ഫോർമാറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ കാനോൺ ക്യാമറകളുടെ .MOV ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്, പക്ഷേ ഫയൽ സൈസ് വളരെ കൂടുതലാണ്. പക്ഷേ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഫോർമാറ്റാണത്. അതുപോലെ നമുക്ക് സോണി ക്യാമറകളിലുള്ള പോലെ S-Log പ്രൊഫൈലുള്ള ഒരു ക്യാമറയാണ് ഈ RX100 Mark 5. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം, മീൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യാമറ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ സോണിയുടെ ക്യാമറകൾ പൊതുവേ സീൽഡ് അല്ല, മീൻസ് പാക്കേജ് സീൽഡ് അല്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് സാധനം ഒറിജിനൽ ആണെന്ന് ഉറപ്പ് വരുത്തുക. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയ വെബ്സൈറ്റുകളിലെല്ലാം അവരുടെ രാജ്യങ്ങളിൽ സോണി ബോക്സ് സീൽഡ് അല്ല, കാനോണിൻ്റെ ബോക്സും സീൽഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അല്ല, സോറി, 80D വാങ്ങിയപ്പോൾ ബോക്സ് സീൽഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ സോണി ക്യാമറകളുടെ ബോക്സ് സീൽഡ് അല്ലാത്തത് കൊണ്ട് എല്ലാ ആക്സസറീസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്യാമറയ്ക്ക് നിങ്ങൾ പറ്റിക്കപ്പെടരുത്, അത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റഡ് സോണിയുടെ റെക്കമെൻഡഡ് അല്ലെങ്കിൽ സോണി വെബ്സൈറ്റിൽ കാണുന്ന ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ സ്റ്റോറുകളിൽ പോയി ഈ ക്യാമറ വാങ്ങേണ്ടതാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഈ ക്യാമറ വാങ്ങിക്കണോ എന്ന ഒരു പേഴ്സണൽ ഡിസിഷനാണ്. അതായത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്, ഏത് ക്യാമറ വാങ്ങണം. ഞാനിതിന് റിപ്ലൈ കൊടുക്കാറില്ല, കാരണം അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊരു ക്യാമറ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് പറയും, ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ക്യാമറ വാങ്ങിയതെന്ന്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ വാങ്ങുക. ഈ ക്യാമറ സ്യൂട്ടബിൾ ആകുന്നത് കുറച്ച് സ്പെൻഡിങ് പവർ ഉള്ള ആൾക്കാരും, അതുപോലെ നിങ്ങൾക്കൊരു കോമ്പാക്റ്റ് ക്യാമറ കയ്യിൽ വേണം.
അതുപോലെ തന്നെ ഹെവി വെയിറ്റ് അല്ല, ലെൻസുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓൾറൗണ്ട് ക്യാമറ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ക്യാമറയാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയ സ്പെക് ടോക്ക് ഇവിടെ തീരുകയാണ്. സോണി RX100 Mark 5 ക്യാമറയെക്കുറിച്ചുള്ള സ്പെക് ടോക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നന്ദി. അതുപോലെ നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ടോപ്പിക്ക് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.